ഞാൻ ഇന്ന് രാവിലെ വരുന്നത് തുർക്കിയിൽ നിന്നാണ്. തുർക്കിയിൽ നിന്ന് ദുബൈ വഴി വന്നതാണ്. തുർക്കിയിൽ 4 ദിവസത്തെ സമ്മേളനം ഫലസ്തീൻ സംബന്ധിച്ചും അതുപോലെ ബഗ്ദാദിലും സിറിയയിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം നടക്കുന്ന ഏറ്റവും വലിയ ശക്തിവത്തായ പോരാട്ടത്തെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിന്റെ എതിരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജൂതന്മാരുടെ ആന്റണികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വലിയൊരു സമ്മേളനമായിരുന്നു അന്താരാഷ്ട്ര സമ്മേളനം. ആ സമ്മേളനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പണ്ഡിതന്മാരും മന്ത്രിമാരും നേതാക്കളും പങ്കെടുത്ത സമ്മേളനത്തിന് ജൂതന്മാരുടെ ശക്തമായ എല്ലാ കുതന്ത്രങ്ങളെയും അടിച്ചമർത്താനും അതിനെതിരിൽ ഒറ്റക്കെട്ടായി നിൽക്കാനും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതേ സമയത്ത് നിങ്ങളോട് ഞാൻ പറയട്ടെ, ബഗ്ദാദിലും പരിശുദ്ധമായ ഭൂമിയാണല്ലോ ബഗ്ദാദ്. ആ ബഗ്ദാദിലും സിറിയയിലുമെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം മുസ്ലിം സമുദായത്തെ, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ഭിന്നിപ്പിച്ചു എന്നതാണ് അതിന്റെ കാരണം എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സദ്ദാം ഹുസൈൻ പോയതിന് ശേഷം ബഗ്ദാദിൽ മേൽക്കോയ്മക്കാര് വന്ന് മധ്യസ്ഥം പറഞ്ഞ് പ്രധാനമന്ത്രിയായി ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളെ തെരഞ്ഞെടുത്തു. മറ്റൊരു മന്ത്രിയായി സുന്നി വിഭാഗത്തിൽപ്പെട്ടവരെ തെരഞ്ഞെടുത്തു. അങ്ങനെ കുറെ മന്ത്രിമാരൊക്കെ തെരഞ്ഞെടുത്ത് മധ്യസ്ഥം പറഞ്ഞിട്ട് എല്ലാം ഒപ്പിച്ചു കൊണ്ടുവന്നെങ്കിലും സുന്നത്ത് ജമാഅത്തിനെതിരായ ശക്തമായ നീക്കം ആ ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായതായി കണ്ടപ്പോൾ സുന്നികൾ ഒന്നിച്ചു പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ ഭരണകൂടത്തിനെ നമുക്കിവിടെ നിലനിർത്തിയാൽ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുകയില്ലെന്ന് അവർ തീരുമാനിച്ച് ആലോചിച്ചു വരുമ്പോഴേക്കും അതിന്റെ രഹസ്യ വിവരം മറ്റ് മേൽക്കോയ്മക്കാര് മനസ്സിലാക്കിയിട്ട് അവരെന്താണ് ചെയ്തതെന്നറിയുമോ? സുന്നി എന്ന പേരിൽ തന്നെ ഒരു വിഭാഗത്തെ ഇളക്കി വിട്ടു. എന്നിട്ട് ആ സുന്നി അവിടെ പിടിച്ചെടുത്തു, സുന്നി ഇവിടെ പിടിച്ചെടുത്തു, സുന്നി തീവ്രവാദി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സുന്നികളുടെ പേരിൽ തീവ്രവാദം വെച്ചുകെട്ടുകയും സുന്നികളുടെ പേരിൽ പലതും വെച്ചുകെട്ടി പറയുകയും ചുരുക്കത്തിൽ സുന്നത്ത് ജമാഅത്തിനെ തന്നെ ഭിന്നിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത് കാരണം എല്ലാ സുന്നികളും യോജിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു വിഭാഗം സുന്നികൾ ഇവിടെ ഇങ്ങനെ വന്നാൽ അവരെ വിട്ടുകൂടാന്നുള്ള ബാക്കിയുള്ളവർക്കായി. യഥാർത്ഥത്തിൽ അവർ സുന്നികളായിരുന്നില്ല. ഷിയ വിഭാഗത്തിന്റെ ഗൂഢതന്ത്രത്തിലൂടെ അവർ സുന്നി ലേബലിൽ വന്നതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭിന്നിപ്പ് ഉണ്ടായി. ഈ ഭിന്നിപ്പിന്റെ പേരിലാണ് ബഗ്ദാദിലെ ഒരുപാട് പള്ളികൾ ഇന്ന് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ സിറിയയിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഒന്നായി സംഘടിച്ചപ്പോൾ അതിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ജൂതന്മാര് ചെയ്തു കൂട്ടിയ പ്രവർത്തനത്തിലൂടെ സുന്നികൾ ഭിന്നിപ്പ് വന്നു. ആ ഭിന്നിപ്പ് മുതലെടുത്തുകൊണ്ട് ശക്തികൾ അവരെയെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ അപകടങ്ങൾ മുഴുവനും ഭിന്നിപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് രാജ്യത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളക്കരയിലുള്ള പണ്ഡിതന്മാരോട് ഞാൻ പറയട്ടെ, ഏത് പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞു വന്നിട്ട് സുന്നത്ത് ജമാഅത്തിനെ ആക്ഷേപിക്കുകയും
ഏതു സമയത്തും അവർക്ക് വേറെ ഒരു തൊഴിലുമില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയും പ്രവർത്തകരെയും ആക്ഷേപിക്കുക, തെറി പറയുക, ഇത് മാത്രം തൊഴിലാക്കിയ പണ്ഡിതരെന്ന് പറയുന്നവരോട് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കരുതിയിരിക്കണം, ദൂരവ്യാപകമായ വിപത്തുകൾ നമ്മളെയും പിടികൂടി പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുക. സുന്നത്ത് ജമാഅത്തിനെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങളും സഹകരിക്കുക. നിങ്ങൾ ഏതോ തിരക്ക് നടന്നോ, രാഷ്ട്രീയമോ, അതൊക്കെ നിങ്ങൾ കൊണ്ടു നടന്നോ? ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോടും അതിന്റെ തലപ്പത്തിരിക്കുന്ന സയ്യിദന്മാരോടും വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ പറയുന്നു, ആദരവിന്റെ അങ്ങേയറ്റത്തെ ആദരവോടുകൂടി പറയുന്നു. ഈ ഒരു കളിയുമായി ഇവിടെ മുന്നോട്ട് പോയാൽ എന്തു ചെയ്താലും അതിനെ എതിർക്കുക, എന്തു ചെയ്താലും അതിനെ തെറി പറയുക, എന്തു ചെയ്താലും അതിനെ കുറ്റം കാണുക. കണ്ടോ, തങ്ങള് അവിടെ 25 കുട്ടച്ചെട്ട് പറയുന്നു. ഒരു തെറ്റും പറയാനുള്ളതാണ്. ഇനി 27 ആയാലെന്താ? 27 ആയതുകൊണ്ട് ഇപ്പൊ എത്രയാൾ ദിക്റ് ചൊല്ലി? ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 വട്ടം ചൊല്ലിയിട്ട് ഇവിടെ ലക്ഷങ്ങളല്ലേ ചൊല്ലിയത്? ഒരു കുറ്റവും പറയാനില്ല. അവസാന കുറ്റം എന്താ? 26-ലാക്കിക്കൂടെ, 22-ലാക്കിക്കൂടെ? എന്നാക്കിയാലും ഏതൊരു ദിവസം വേണ്ടേ? ഒരു ദിവസം വേണ്ടേ? ഒരു ദിവസം ഇവിടെ ഒരുമിച്ച് കൂട്ടി അത് നടത്തട്ടെ. ജനങ്ങൾ ഇവിടെ പഠിക്കട്ടെ, ജനങ്ങൾ ദിക്ർ ചൊല്ലട്ടെ, സ്വലാത്ത് ചൊല്ലട്ടെ, ജനങ്ങൾ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ബഹുമാനിക്കണമെന്ന് പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് ജനങ്ങളെ നിങ്ങൾക്ക് വിട്ടുകൂടെ? അത് നിങ്ങൾക്ക് നിങ്ങളെ ജോലിയെടുത്തുകൂടെ? അതുകൊണ്ട് വളരെ കരുതിയിരിക്കണം. ഞാൻ എന്റെ പ്രസംഗത്തിൽ എല്ലാവരും പ്രസംഗിച്ചപ്പോ ഇറാഖിലും പാകിസ്ഥാനിലെയും അതുപോലെ സിറിയയും സൗദിയും ഇതൊക്കെ പ്രസംഗിച്ചപ്പോ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക ഭരണമല്ല, പക്ഷേ ഞങ്ങൾ രാജ്യത്ത് ലിൽ ഹിന്ദി ദസ്തൂറുൻ വ ഖാനൂനുൻ ഖവിയ്യുൻ, ഇന്ത്യ രാജ്യത്തിന് ഒരു വലിയ ശക്തിയായ നിയമപദ്ധതി, നിയമങ്ങളുണ്ട്. ആ നിയമത്തെ മറികടന്നുകൊണ്ട് ആർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. ആ നിയമം എന്താണോ അത് ഇവിടുത്തെ മുഴുവൻ മതക്കാർക്കും അവരുടെ മതം പ്രചരിപ്പിക്കാനും പറയാനുമുള്ള അധികാരമുണ്ട് എന്ന ശക്തമത്തായ നിയമം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തിലുണ്ട്, ഭരണഘടനയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. സത്യമല്ലേ അത്? പക്ഷേ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഈ കുഴപ്പമില്ല എന്ന് പറയുന്ന അവസ്ഥ ഇവിടുന്ന് മാറിപ്പോകും. മുസ്ലിം സമുദായമേ, നിങ്ങൾ ഭിന്നിപ്പുമായി നടന്നാൽ. അതുകൊണ്ട് നേതാക്കന്മാരോട് പറയുന്നു, സയ്യിദന്മാരോട് ബഹുമാനത്തോടു കൂടി പറയുന്നു, ആലിമീങ്ങളായി രംഗത്ത് വരുന്നവരോട് ബഹുമാനത്തോടു കൂടി തന്നെ പറയുന്നു, പ്രതിപക്ഷ ബഹുമാനം കൽപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഓ സഹോദരങ്ങളെ, ഇവിടുത്തെ എല്ലാ കക്ഷികളും എല്ലാ സംഘടനകളും നിങ്ങൾ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടെ പ്രവർത്തിക്കുക. ആശയത്തിൽ വിട്ടുവീഴ്ച വേണ്ട. ആശയം തന്നെ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം വിദ്യാർത്ഥികാർക്ക് വെളിയർപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികാർ അവരുടെ ആശയം വിട്ട് ഇങ്ങോട്ടും വരില്ല. വേണ്ട, അവരവരുടെ ആശയത്തിൽ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ആശയത്തിൽ പോകാം. രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് രാഷ്ട്രീയം പ്രവർത്തിക്കാം.
ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ഭിന്നിപ്പുമായി നടന്നാൽ ഇവിടെ ഒരു രാഷ്ട്രീയം ഉണ്ടാവില്ല. അതും നിങ്ങൾ മനസ്സിലായിക്കോളി. ഈ രാഷ്ട്രീയത്തിന്റെ ശക്തിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളത് ജനങ്ങളുണ്ടായിട്ടാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പന്താടിയാൽ ഈ കഴിവൊക്കെ അത് നശിച്ചുപോകും. അതുകൊണ്ട് ഓർക്കണം, ഈ ലൈലത്തുൽ ഖദറിന്റെ പാതിരാ സമയത്ത് എനിക്ക് പറയാനുള്ളത് അതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ദീൻ നിലനിൽക്കണം, ഇസ്ലാം മതം നിലനിൽക്കണം, ശരീഅത്ത് നിലനിൽക്കണം. നമുക്കിവിടെ ആര് ഭരിച്ചാലും നമ്മുടെ ശരീഅത്ത് ഇവിടെ നിലനിൽക്കണം, ഇസ്ലാം നിലനിൽക്കണം, തൗഹീദ് നിലനിൽക്കണം. അത് സുന്നത്ത് ജമാഅത്തിന് മാത്രമാണ് ഉള്ളത്. ആ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കാൻ അതിന്റെ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സാധാരണക്കാരും എല്ലാവരും ഏകോപിച്ച് പ്രവർത്തിക്കണം. ജീവിതത്തിൽ തൊഴില് വേറെ ഒന്നുമില്ല. ഇപ്പുറം കുറ്റം പറയൽ മാത്രം തൊഴിലായിട്ട് നടന്നാൽ ഇവിടെ ദീൻ നിലനിൽക്കോ? അതുകൊണ്ട് ഒരിക്കലും ആ ചിന്താഗതിയില്ലാതെ ഈ രാജ്യത്ത് സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം, ദീൻ നിലനിൽക്കണം. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ ഇസ്ലാം എന്ന പേര് അതിവിടെ നിലനിൽക്കണമോ? നാം സുന്നത്ത് ജമാഅത്തിന്റെ കീഴിൽ അണിനിരന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ആശയ വ്യത്യാസമുള്ളവർ ഉണ്ടെങ്കിൽ തന്നെ അവർ അവരുടെ ആശയത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും പ്രതിപക്ഷ ബഹുമാനം വെച്ചുകൊണ്ട് മനുഷ്യത്വത്തെ സങ്കല്പിച്ചുകൊണ്ട് മാനുഷികമായ മൂല്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന പക്ഷം നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയും. അല്ലെങ്കിലോ ലാ തഫറഖൂ, നിങ്ങൾ ഛിന്ന ഭിന്നമായി പിരിയല്ല, പടത്തെറുമ്പ് പടഞ്ഞു. അങ്ങനെ ഛിന്ന ഭിന്നമായി പിരിഞ്ഞാൽ ഫതഫ്ശലൂ, നിങ്ങൾ പേടിയുള്ള ഭീരുക്കളായി പോകും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ അന്തസ്സും അഭിമാനവും യശസ്സും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ ഭിന്നിക്കല്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചു നിൽക്കണേ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചു നിൽക്കണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു.